വീണ്ടും ഒരു വട്ടം കൂടി വിഷയം മനാഫ് തന്നെ. കാരണം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് മനാഫ് കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുമെന്ന്. കാരണം സമൂഹത്തിലുള്ള വർഗീയവാദികള് മനാഫിനെ അത്രയധികം ദ്രോഹിക്കുന്നുണ്ട്. അതിൽ പ്രധാനി വി കെ ബൈജു എന്ന് പറയുന്ന ന്യൂസ് കഫേ ലൈവ് എന്ന് പറഞ്ഞ ചാനലിലെ ആ വി കെ ബൈജു ഇതിനു മുമ്പ് അന്നൊരു വട്ടം പറഞ്ഞിട്ടുണ്ടായി, മനാഫിന് കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകള്, യുവാക്കള്, യുവതികള്, കളവന്മാര്, കളവികള് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിലിടും എന്നവൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇപ്പോ മനാഫിനെ മനഃപൂർവ്വം ദ്രോഹിക്കുക എന്നുള്ള ഇതിലാണോ, അല്ല മനാഫ് ഒരു വെറും വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദുരുദ്ദേശത്തോടു കൂടിയുള്ള ചില വാക്കുകൾ. അർജുന്റെ വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് എനിക്ക് 3 കുട്ടികളുടെ കൂട്ടത്തിൽ 4-മനെ പോലെ ഈ കുഞ്ഞുണ്ടാവും. അത് നമ്മൾ സാധാരണ ഒരു പറയുന്ന പദങ്ങളാ. വീട്ടിൽ തന്നെ ഒരു ചേട്ടൻ മരിച്ച് അനിയൻ ഈ കുട്ടികളെ എൻ്റെ സ്വന്തം കുട്ടികളായി, എനിക്ക് 2 കുട്ടികളാണ്, ആ കൂട്ടത്തിൽ ഈ മോനും കൂടെ അല്ലെങ്കിൽ ഈ മോളും കൂടെ 3 കുട്ടികളാണ് എന്ന് പറയുന്നത്ര ഒരു അർത്ഥമേ ഇതിനുള്ളൂ. പക്ഷെ ഈ വർഗീയവാദി ഈ ബൈജു പറയുന്നത് മനാഫും ഉസ്താദും കൂടി ഈ കുഞ്ഞിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു, പിന്നെ 3 കെട്ടിയിട്ടുണ്ട് മനാഫ്, അതിൽ 4-മതായിട്ട് അല്ലെങ്കിൽ ഈ അർജുന്റെ ഭാര്യയെയും കൂടെ ഭാര്യയാക്കി വെക്കാം. ഇതൊക്കെ മനാഫ് ചിന്തിച്ചു എന്ന് പറയാൻ ഈ വർഗീയവാദിയായ വി കെ ബൈജു ചിത്രം വരക്കുകയാണോ? ഇമാജിൻ ചെയ്ത് പല കാര്യങ്ങളും പറയാൻ വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത്? ഈ അർജുന്റെ ഭാര്യയെയും മനാഫിനെയും ഒരേ സമയം അവഹേളിക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മനാഫിന്റെ ഭാര്യ ഒരു ഹിന്ദു സ്ത്രീ, അത്തോളി സ്വദേശി രമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് മനാഫിന്റെ ഭാര്യ. അതിനെ തട്ടത്തിൻ മറയത്താക്കി ചാക്കിക്കെട്ടി വെച്ചതുപോലെ അർജുന്റെ ഭാര്യയെയും ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ടല്ലല്ലോ നാട്ടില് മുസ്ലിം യുവാക്കള് ഹിന്ദുക്കളെയോ അല്ലെ ക്രിസ്ത്യൻസിനെയോ കല്യാണം കഴിക്കുന്നതോ ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നതോ. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഈ മതം എന്ന് പറയുന്നത്, നമ്മളൊരു മതത്തിൽ ജനിച്ചാൽ ആ മതത്തിനെയും ആ ദൈവത്തെയും വിശ്വസിച്ച് ജീവിതം കൊണ്ടുപോകുന്നു. അല്ലാതെ തീവ്രവാദികളും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ മൊത്തം അവഹേളിച്ച് ഇങ്ങനെ മാത്രം പറയാൻ മനാഫ് എന്താ ചെയ്തത്? മനാഫിന്റെ തൊഴിലാളിയായ അർജുൻ എന്ന് പറയുന്ന ആ അർജുൻ മരിച്ചപ്പോ അതിന്റെ ബോഡി കിട്ടാൻ വേണ്ടി, അർജുന്റെ ബോഡി കിട്ടാൻ വേണ്ടി അത്രയും ദിവസം അവിടെ കാവൽ കിടന്ന് എല്ലാ ദുരിതങ്ങളും സഹിച്ച് അർജുനെയും കൊണ്ടേ പോവൂ എന്നുള്ള ഒരു പ്രതിജ്ഞയിൽ അർജുനെ കിട്ടിയപ്പോൾ അവരുടെ അമ്മക്ക് കൊടുത്ത വാക്ക് പോലെ കൂടെ പോയി. പിന്നെ ആ കുഞ്ഞിനെയും അവരെയും ഒക്കെ കാണാൻ പോയി. ആരുടെയൊക്കെയോ തെറ്റിദ്ധാരണ കൊണ്ട് അർജുന്റെ വീട്ടുകാർ പത്രസമ്മേളനം നടത്തി അവരും മനാഫിനെ അവഹേളിച്ചു. ഇപ്പൊ വർഗീയവാദം തീരെ സഹിക്കാൻ പറ്റാതെയാണ് മനാഫ് മുഖ്യമന്ത്രിക്ക് ആദ്യം കോഴിക്കോട് പരാതി കൊടുത്തെങ്കിലും അതിനെ കൊണ്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുക. എത്രമാത്രം മോശമാണ് അല്ലെ? അർജുന്റെ ഭാര്യയെ ഭാര്യയാക്കി വെക്കാനും അർജുന്റെ കുട്ടിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവഹേളിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വി കെ ബൈജു ന്യൂസ് കഫേ ലൈവ് എന്ന ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ട്.